ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ സ്പെഷ്യൽ തന്നെയാണ്. സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ സ്പെഷ്യൽ വീഡിയോ സ്പെഷ്യൽ സാധനം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. രണ്ടടുപ്പത്ത് ഞാൻ ഇതേമാതിരി വെള്ളം വെച്ചിരുന്നു. അപ്പോൾ കുക്കറിൽ വെള്ളം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ വേവിച്ചാനും ഈ പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത് പാസ്ത ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ പാസ്ത ആദ്യം വേവിച്ചണല്ലോ, അങ്ങനെ വേവിച്ചാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ രണ്ടടുപ്പത്ത് ഒപ്പം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേഗം പണി കഴിയാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരടുപ്പത്തെ കഴിഞ്ഞൊരു അടുപ്പത്തെ കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കുറേ ടൈം പിടിച്ചല്ലോ. അപ്പോൾ രണ്ടടുപ്പത്ത് ഒപ്പം വെച്ചാൽ വേഗം കൊണ്ട് ആയി കിട്ടിക്കോളും. അത്രയും പണി നമുക്ക് ആക്കല്ലേ. പിന്നെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് വേണ്ടല്ലോ. അങ്ങനെ എന്തായാലും രണ്ട് പാത്രത്തിൽ ഞാൻ തിരിച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പാത്രത്തിൽ കുറച്ച് തോനെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പാസ്ത വേവിച്ചാലുള്ള വെള്ളമാണ്. പിന്നെ മറ്റേത് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ചിക്കൻ വേവിച്ചാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ പാത്രത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാസ്ത ആയാലും മക്രോണി ആയാലും അതുപോലെ മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുകയാണെങ്കിലും ഒട്ടി പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഓയിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒട്ടി പിടിച്ചില്ല. പിന്നെ ഓയിലാണെങ്കിൽ ഭയങ്കര കട്ടിയായിക്കട്ടെ, അതായത് ഇങ്ങനെ കട്ട മാതിരി ആയിക്കാം, നമ്മളെ നെയ്യിൻ്റെ മാതിരി. ഇപ്പോൾ മഴയും തണുപ്പൊക്കെ ആയ കാരണം ഓയിൽ കട്ട അടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേമാതിരി മൂടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കണം. മൂടിയിൽ നിന്ന് പോന്ന് കിട്ടണില്ല കേട്ടോ. പിന്നെ അത് ഓയിലൊക്കെ ഒഴിച്ച് അതൊന്നുകൊണ്ട് തിളക്കട്ടെ കേട്ടോ. പിന്നെ ആ ടൈം കൊണ്ട് പിന്നെ നമുക്ക് ചിക്കൻ ചിക്കൻ കേക്ക് കേക്ക് വേവിച്ചാൻ വേണ്ടിയിട്ട് പിന്നെ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ പിന്നെ ഞാൻ ഇതേമാതിരി അതിക്ക് മസാല ആയിട്ട് എന്താ വെച്ചാൽ ഇടണമെന്ന് വെച്ചാൽ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഉപ്പിട്ടിരുന്നല്ലേ, അങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ വെള്ളം തിളച്ചിട്ട് വേണം പിന്നെ നമുക്ക് അടുത്ത പരിപാടി നോക്കാൻ. അപ്പം എന്തായാലും അങ്ങനെ രണ്ടും കൂടിയും ഇട്ട് എന്തായാലും ഞാൻ കുക്കർ മൂടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളം ഒന്നും ഇങ്ങോട്ട് തിളച്ച് വന്ന് ചെറുതായിട്ട് ചൂടായിട്ട് അങ്ങനെ വന്നീന്. അപ്പോൾ പിന്നെ വിസിലൊക്കെ പൊന്തിച്ച് കൊടുത്തിട്ട് പിന്നെ കുക്കർ എന്തായാലും അടുപ്പത്ത് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വിസിൽ എന്തിനാണ് പൊന്തിച്ച് കൊടുക്കുന്നത് വെച്ചാൽ അഥവാ പൊട്ടി തെറിച്ചാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിലുള്ള വെള്ളം ചൂടായതല്ലേ. പിന്നെ വിസിൽ ഇങ്ങനെ പൊന്തിച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ എയർ കളഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ ഞാൻ മൂടി വെച്ച് സമാധാനമായത്. മറ്റേത് ആ എയർ ഇട്ടെങ്കിൽ കുക്കർ ഒന്നായിട്ടൊരു പറക്കലേക്കാരം. അങ്ങനെ പിന്നെ എന്തായാലും എയറൊക്കെ കളഞ്ഞ് കുക്കറൊക്കെ മൂടി വെച്ച് അവിടെ സെറ്റായപ്പോൾ നമ്മളെ വെള്ളം ഇവിടെ തിളച്ച് വന്നിരിക്കണം കേട്ടോ. പിന്നെ വെള്ളം തിളച്ച് വന്നുള്ള അടുത്ത പരിപാടി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനി നേരിട്ട് കണ്ടോളി കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനത്തെ സംഭവങ്ങൾ തിന്നാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കഞ്ഞിയും ചോറിനും കാട്ടിയൊക്കെ ഇഷ്ടമുള്ള സംഭവം മക്രോണി, നൂഡിൽസ്, പാസ്ത, ഷവർമ അങ്ങനത്തെ കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും പാസ്ത ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ പോയിട്ട് എടുത്ത് കൊടുന്ന് എന്തായാലും പൊട്ടിച്ച് ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും പാസ്ത ഇപ്പം ഉണ്ടാക്കാൻ തന്നെയുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഈ പാസ്ത വേവിച്ചിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടാണ്. വേവിച്ചിട്ട് കുറേ ആയി പറയുന്നത് ഉണ്ടാക്കാൻ. പിന്നെ ഇങ്ങനെ ഓരോ മടിയായിക്കാരട്ടെ. കാരണം നൂഡിൽസ് തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ മടിയാവും. പിന്നെ ഞായറാഴ്ച എല്ലാവരും ഇങ്ങനെ പറയും നമുക്ക് ഉണ്ടാക്കാമെന്ന്. പക്ഷേ എനിക്ക് മടിയായിക്കാരട്ടെ. അപ്പോൾ ഞാൻ പറയും ഈ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച നോക്കാം. അങ്ങനെ പറഞ്ഞ് എന്തായാലും ഒരു മാസമായി തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ട് രണ്ടും കൽപ്പിച്ചാൻ വേണ്ടി ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടാ. പിന്നെ ഇറച്ചി കൊണ്ടുവരുമ്പോൾ ഇതേമാതിരി പാസ്തയ്ക്ക് ഇറച്ചിയൊക്കെ കൊണ്ടുവരും. പക്ഷേ അതേമാതിരി ഉണ്ടാക്കാൻ വേണ്ടിയാകുമ്പോൾ പിന്നെ ആ ഇറച്ചി കറിയൊക്കെ പൊരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ ഇറച്ചി ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഇന്നലെ ഇറച്ചി കൊടുന്നു. അപ്പോൾ ഞാൻ അതിനെ കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിക്ക് പാസ്ത ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ലാലു കട കഴിഞ്ഞ് വരുമ്പോൾ ലാലുവിന് പാസ്ത വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി പാസ്ത ഇട്ടെടുത്ത് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും അതവിടെ കിടന്ന് വന്നോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നോക്കട്ടെ. പിന്നെ കുക്കറിൽ എന്താ വെച്ചാൽ നമ്മളെ ചിക്കൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ 2 വിസിലടിച്ചോളം ഒന്ന് കാത്തുക്കും വേണം. അപ്പോൾ ഇതിവിടെ കിടന്ന് തിളക്കണം കേട്ടോ. നല്ല തിളക്കണം കേട്ടോ. ഇത് നമ്മളെ മക്രോണീൻ്റെ മാതിരി ഒന്നുമല്ല കേട്ടോ. കുറേ ടൈം കടന്ന് വേവണം. നല്ല കട്ടിയുള്ള സാധനമാണ്. അപ്പോൾ പിന്നെ കുറേ ടൈം കടന്ന് വേവണം കേട്ടോ. പിന്നെ ലാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ കുക്കിങ്ങിനൊക്കെ ഇരട്ടി പണി കിട്ടും. എന്നാലും ഒരു രസമാണ് കേട്ടോ. നമുക്ക് മുണ്ടി പറയാനൊക്കെ. പക്ഷേ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഒരു രസം കിട്ടുന്നില്ല കേട്ടോ. കാരണം നേരത്തെ കാലത്ത് അടുക്കളയ്ക്ക് ഇറങ്ങിക്കണം. 5 മണിക്ക് ഇറങ്ങിക്കണം. 6 മണി ടു എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6 മണി 6:10 ആയപ്പോഴാട്ടോ പണി മുഴുവൻ കഴിഞ്ഞത്. പിന്നെ വീഡിയോ എടുക്കുന്ന കാരണം കുറേ ടൈം പിടിച്ചും ചെയ്യല്ലോ. അങ്ങനെ പാസ്ത അവിടെ കിടന്ന് എല്ലാം തിളക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കുക്കർ വിസിലടിച്ചാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാട്ടോ. കാരണം രണ്ടടുപ്പത്തും സാധനമാണ്. ഞാൻ പിന്നെ എന്തായാലും ഒരു വിസിലടിച്ച് അങ്ങനെ 2 വിസിലടുപ്പിച്ചിട്ടാ. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫാക്കാം. മറ്റേത് എന്താ വെച്ചാൽ പായസമായി പോകട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും കുക്കർ 2 വിസിലടിച്ചോളം കാത്തിക്കും. ഒരു വിസിൽ കഴിഞ്ഞ് രണ്ടാമത്തെ വിസിലിനുള്ള കാത്തിരിപ്പായിട്ടാണ്. പിന്നെ ഓവർ വേവിച്ചാലാണല്ലോ ഒരുമാതിരി അല്ലേക്കാരം. ആകെ പൊട്ടി പൊളിഞ്ഞുകൊണ്ടേക്കാരം ഇറച്ചി. പിന്നെ നമ്മൾ വെള്ളത്തിൽ നിന്ന് വല്ല തോർത്തണ്ട് ഇട്ട് കോരി എടുക്കേണ്ടി വരുന്ന അവസ്ഥയായിക്കാരം കേട്ടോ.
പിന്നെ എന്തായാലും ഞാൻ കുക്കറൊക്കെ ഓഫാക്കി. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി എന്താ വെച്ചാൽ ഒരു ഉള്ളി ഒരു തക്കാളിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ പിന്നെ സാധനങ്ങൾക്കനുസരിച്ച് അങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ എടുക്കട്ടെ. പിന്നെ ചുവന്ന മുളക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇളക്കിലാക്കി വെച്ചേക്കട്ടെ ചുവന്ന മുളക്. പിന്നെ ഈ ഉള്ളിയും തക്കാളിക്കൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്വഭാവം ഉണ്ട്. കാരണം പുറത്തൊക്കെ നല്ല ചൊറുക്കുള്ള സാധനങ്ങളേക്കാരം, ഉള്ളിലേക്കാരം കട്ട പുകയേക്കാരം. കാരണം പുറത്തൊക്കെ ഒരു കേടുണ്ടാവില്ല, ഉള്ളിൽ ഒന്നെങ്കിൽ പീക്കളേക്കാരം അല്ലെങ്കിൽ ചീഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ കരുതും ചതവാണ്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മളങ്ങനെ അരിയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പീക്കളൊക്കെ കാണട്ടെ ഇങ്ങനെ വരുന്നത്. പിന്നെ എന്തായാലും തക്കാളി അരിഞ്ഞപ്പോഴാണ് കണ്ടതും ഇതേമാതിരി നല്ല തടിച്ച ഉണ്ട തക്കാളി ആയിട്ട് അരിഞ്ഞ് വന്നപ്പോൾ അതിന് മുക്കാൽ ഭാഗം കേടന്നിട്ട്. പിന്നെ കേടുന്ന ഭാഗം കണ്ട് ഒഴിവാക്കിയിട്ട് നല്ല ഭാഗങ്ങളല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും നല്ല ഭാഗം എടുത്തിട്ടാണ്. പക്ഷെ ഇതിൽ നഷ്ടം എന്താ വെച്ചാൽ നല്ല പൈസ ഉണ്ട് ഉള്ളിക്കും തക്കാളിക്കൊക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. കേടുള്ളപ്പോൾ നമുക്ക് എടുത്ത് കൂട്ടാൻ വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തായാലും അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി. പിന്നെ 3 മുളക് ഉണ്ടായിരുന്നു, ചുവന്ന മുളക്, അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടെടുത്തിട്ടാണ്. പിന്നെ അതേമാതിരി അപ്പുറത്തെ അടുപ്പ് കാലിയായപ്പോൾ വേഗം അതിലേക്ക് ചട്ടി എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ തോന്നി ഇനിയിപ്പോൾ ഈ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കുക, കാരണം അത് വെറുതെ കടന്ന് തിളക്കാനുള്ളതല്ല. അപ്പോൾ അത് അവിടെ കടന്നിട്ട് വീഡിയോ എടുക്കാൻ ഈ ചട്ടി ഇങ്ങോട്ട് വെക്കാച്ചിട്ട് അങ്ങോട്ടും കൊണ്ട് ചട്ടി മാറ്റി വെച്ചിട്ടാണ്. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ പിന്നെ അധികം എല്ലാത്തിനും വെളിച്ചെണ്ണ ഇട്ടെടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴാട്ടോ ഓർമ്മ വന്ന് വേപ്പിൻ്റെ ഇല ഇല്ലാത്ത കാര്യം. കാരണം പിന്നെ ചപ്പുണ്ടെന്നുണ്ടെങ്കിലും രസമുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ എടുത്ത് വന്നപ്പോൾ ചപ്പ് ഇതാട്ടോ. ചപ്പ് 3-4 മാസമായിട്ട് കുഴിച്ചിട്ടിട്ട്, പക്ഷെ കുഴിച്ചിട്ട് അതേമാതിരിയായിട്ട് ഇരിക്കണം. സത്യത്തിൻ്റെ പാതില്ല, വലുതാവുന്നില്ല ചെറുതാവുന്നില്ല, വെച്ച അതേമാതിരി നിൽക്കുക കേട്ടോ. ഒന്നുകൊണ്ട് വലുതായി കിട്ടിയാൽ കഴിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. ചിക്കൻ കറിയിൽ നമ്മൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ചോയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം, അത് വെച്ച് അതേമാതിരി ഒക്കെ ഇനി പാകുന്ന വരുമ്പോൾ അതിൻ്റെ വിത്ത് കൊടുത്ത് പാകണം. നിലയിലൊന്നും തോനുണ്ടായി കിട്ടിയെന്ന് ഇല വെച്ചിട്ടിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ സാധനം അതാ ഇങ്ങനെ വെന്ത് ഏകദേശം സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതാക്കണം കേട്ടോ, കുറേയൊക്കെ വന്നിക്കണം കേട്ടോ. പിന്നെ ഇതിന് വേവും കാര്യങ്ങളൊന്നും എനിക്ക് നല്ലപോലെ അറിയില്ലായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലോ. പിന്നെ നമുക്ക് തിന്നാൻ പറ്റുന്ന വേവ് വരെ ഞാൻ കടന്ന് നല്ല വേവിച്ചത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പച്ചവെള്ളം ഒഴിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒട്ടിപ്പും ആ ഒരു ഇതുണ്ടാവില്ല, കോപ്പ് ആ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്നിട്ട് ഞാൻ പാത്രത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അതെന്താ സംഭവിച്ചാൽ ചൂടുവെള്ളത്തിൽ ഇട്ടെടുത്താൽ ഇങ്ങനെ പാടൊന്ന് ഇളക്കിയെടുത്താൽ മതി. പക്ഷേ ഞാനപ്പോൾ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ചെറുതായിട്ട് നടി പിടിച്ചിട്ടാണ്. പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും എനിക്ക് സമാധാനം ഇല്ലായിട്ട് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും കൈയിട്ട് കിളിമ്പോൾ എന്തായാലും കേക്ക് മാറ്റി വെച്ചിട്ടാണ്. പിന്നെ അതിങ്ങനെ നമുക്കങ്ങനെ കൈയിട്ട് നിൽക്കുമ്പോൾ തന്നെ പൊട്ടി വരും കേട്ടോ. അതാട്ടോ അതിൻ്റെ ഒരു വേവ്. അങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ എന്താണ് തീ ഓഫാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് പിന്നെ അതേമാതിരി തീയൊക്കെ ചൂടാക്കി. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് ഉള്ളിയും തക്കാളിയും പിന്നെ ചുവന്ന മുളകൊക്കെ ഇട്ടെടുത്തിട്ട് നല്ല ഇളക്കി കൊടുക്കട്ടെ. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ വേഗം വന്ന് കിട്ടിക്കോളും. മറ്റേ കുറേ ടൈം പിടിച്ചല്ലോ വേവാൻ. പിന്നെ വലിയ പാത്രം ചെറിയ മൂടി ഞാൻ എന്താ എടുത്തിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് മൂടി തപ്പി തരാൻ നേരമില്ലാത്ത കാരണം ഞാൻ കെട്ടിയ മൂടി എടുത്ത് മൂടി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതേമാതിരി നമ്മൾ ഉപ്പിട്ടാൽ വേഗം വന്ന് കിട്ടില്ല. അതേമാതിരിയിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോഴും ചായക്ക് വെള്ളം വെച്ച പാടനെ കുറച്ച് വൈക്ക് പഞ്ചസാര ഇട്ടെടുത്താൽ ചായൻ്റെ വെള്ളം വേഗം തിളച്ച് കിട്ടും കേട്ടോ. മറ്റേ നമ്മൾ ചായ വെള്ളം തിളക്കോളം കാത്തിക്കണ്ടേ. അപ്പോൾ ഇതേമാതിരി ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ അടുക്കളയിൽ, വേഗം പണി എളുപ്പാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഞാൻ ചൂടാറാനൊന്നും നിൽക്കണില്ല കേട്ടോ. ആ വേവിച്ച് അതും കൊണ്ട് വെന്ത് വന്ന സ്പോട്ടിൽ തന്നെ വേഗം ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് അത് വേപ്പോടെ ഇങ്ങനെ കാത്തുനിന്നാൽ പിന്നെ മടിയേക്കാരം. നമുക്ക് ഒറ്റ മൈൻഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വേഗം പരിപാടി കഴിയും. മറ്റേ ചൂടാറാൻ കാത്തുനിന്നാൽ തിന്നാനുള്ള ഇൻട്രസ്റ്റും കുറയും, എടുക്കാനുള്ള പണീൻ്റെ മൂടും പോകും കേട്ടോ. പിന്നെ മൂട് കളയണ്ടല്ലോ വെച്ചിട്ട് വേഗം ഞാൻ ആ ചൂടോടെ തന്നെ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും അതൊക്കെ അരച്ച് സെറ്റ് ആയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി എണ്ണ കുറച്ചുണ്ടായിരുന്നു, അതിലേക്ക് അതേമാതിരി കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇട്ടെടുത്തിട്ടാണ്. പിന്നെ ഈ ജാറിൻ്റെ അതിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പിന്നെ സമാധാനമില്ല എനിക്ക്. പിന്നെ ഞാൻ കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് കുലുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടാണ്. പിന്നെ അങ്ങനെയാണ് നമുക്കങ്ങനെ വെറുതെ ഒഴിവാക്കാൻ തോന്നില്ലല്ലോ. എനിക്ക് അങ്ങനെ കേട്ടോ, ജാറങ്ങനെ വെറുതെ കളയാൻ തോന്നില്ല. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ തുറച്ചിട്ടേൽ ഞാനങ്ങോട്ട് എടുക്കൂട്ടത്. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി സോസും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അളവിനും നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരച്ചതുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അങ്ങോട്ട് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കൈയിട്ട് ഇങ്ങനെ ഉള്ളി വേർതിരിച്ച് തരുള്ളൂ, പക്ഷെ അങ്ങനെ ആയാലും എന്താ വെച്ചാൽ ചിക്കന് വേറെ ആയി കിടക്കും. അപ്പോൾ എല്ലായിടത്തും കൊത്തൂല. അപ്പോൾ ഇങ്ങനെ ജാറിലിട്ടൊന്ന് അങ്ങോട്ട് കറക്കിയാന്ന് വെച്ചാൽ എല്ലായിടത്തും കൊത്തിക്കോളും. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വേഗം കിട്ടുകയും ചെയ്യും. മറ്റെന്താ വെച്ചാൽ ചിലർക്ക് ചിക്കൻ കിട്ടും, ചിലർക്ക് ചിക്കൻ കിട്ടില്ല, ആ ഒരു ഇതേക്കാരം കേട്ടോ. അതിന് പിന്നെ എന്തായാലും നമ്മൾ വേവിച്ച് വെച്ച് ആ ചിക്കനും അരപ്പും ഒക്കെ കൂടി യോജിപ്പിച്ചിട്ട് നല്ല ഇളക്കി ഇതാക്കണം. പിന്നെ ആ ടൈമിൽ നമുക്ക് ഉപ്പും മുളകും ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള ടേസ്റ്റ് നോക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവുള്ള കാരണം കേട്ടോ ഞാൻ ഉപ്പിട്ട്. നിങ്ങൾക്ക് ഉപ്പും എരും പുളിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടംമാതിരി എങ്ങനെ വെച്ചാൽ കേട്ടോ.
പിന്നെ അതിങ്ങനെ ഇളക്കിയപ്പോഴാട്ടോ എനിക്ക് തോന്നി കളറ് പോരാന്ന്. കാരണം മഞ്ഞ കളറ് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ചുവന്ന കളറ്. അപ്പോൾ പിന്നെ കുറച്ച് കളർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കളർ പൊടി അത്ര നല്ലതൊന്നുമല്ല. പിന്നെ ഇപ്പോൾ നമ്മൾ നല്ലതല്ല എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ തിന്നണില്ലേ. ഇനിയിപ്പോൾ നമ്മൾ തിന്നണ ഏത് നല്ല സാധനവും അത്ര നല്ലതല്ല. കാരണം എല്ലാത്തിനും ഓരോ കുറ്റങ്ങളും കുറവുകളുണ്ടാവും. അതിപ്പോൾ നമ്മൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒന്നൊന്നും മാത്രമൊന്നുമല്ല കേട്ടോ. പിന്നെ വലിയ പാത്രമായതുകൊണ്ട് ചെറിയ മൂടി വെച്ചപ്പോൾ മൂടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ മൂടിയൊന്നും തപ്പിത്തരയാൻ പോയില്ല. അങ്ങനെ തന്നെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടോ. പിന്നെ എന്തായാലും പരന്ന് വെച്ച പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ പിന്നെ മോറി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലൊക്കെ പിന്നെ തിന്നായിരുന്നാലും പിന്നെ തീറ്റ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ മോറി തുടച്ച് വൃത്തിയാക്കാൻ മടിയായിരിക്കും. അപ്പോൾ പിന്നെ ഇതേമാതിരി കാട്ടി ചില പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ ആക്കത്തിന് ഇരുന്ന് തിന്നാലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട കാട്ടും. പിന്നെ ഒറ്റയ്ക്കുള്ള കാരണം കേട്ടോ പിന്നെ വേഗം വേഗം പണി കഴിച്ച് അങ്ങനെയല്ല നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് ടൈം പിടിച്ചു. എന്നാലും 5 മണിക്ക് അടുക്കളയ്ക്ക് ഇറങ്ങിയിട്ട് 6 മണി ആയിരിക്കും കേട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ. പിന്നെ അത് നമ്മൾ കയ്യിലിട്ട് തിരുമ്പണ പരിപാടിയല്ലല്ലോ. ഇതൊക്കെ സാധനങ്ങളൊക്കെ വന്ന് അരിഞ്ഞ് സെറ്റായി ഒക്കെ വേവിച്ചെടുക്കാനുള്ള പരിപാടിയല്ല. അപ്പോൾ കുറച്ച് ടൈമൊക്കെ പിടിച്ചു. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ വേഗം പണികളൊക്കെ കഴിയും കേട്ടോ. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മുട്ടി തിരിഞ്ഞ് നിൽക്കും. പിന്നെ എന്തായാലും അടപ്പ് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നില്ല ചീന തക്കാളി ഉള്ളിത്തോടും ഇതൊക്കെ ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പോയിട്ട്. ചെടിക്ക് ഇട്ട് കൊടുക്കുന്ന നല്ല വളമുള്ള കാര്യമാണ്. ചെടിക്ക് നല്ല വളം വയ്ക്കാൻ നല്ല ഉഷാറിന് വരും. അങ്ങനെ പിന്നെ എന്തായാലും ഞാനതൊക്കെ ഉണ്ടാക്കിയത് തിന്നട്ടെ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മക്രോണി പാസ്ത ഷവർമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം. കഞ്ഞിയും ചോറൊന്നും വല്ലാതെ പോകുന്നില്ല. പിന്നെ എനിക്കടക്കം ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തന്നേലായിരുന്നു ഏട്ടാ പണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.